നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമാ പ്രേമികൾക്ക് വിരുന്നൊരുക്കി 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലോക സിനിമാ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത് 57 സിനിമകൾ. ആധുനിക ലോകത്തിലെ യാഥാർത്ഥ്യങ്ങളും സങ്കീർണമായ മനുഷ്യബന്ധങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും അതിജീവനങ്ങളും എല്ലാം സിനിമയിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നു. ഫ്രഞ്ച് സംവിധായിക ഹൗസിയ ഹെർസിയുടെ ക്യൂയർ പാം പുരസ്കാരം നേടിയ ദ ലിറ്റിൽ സിസ്റ്റർ ആണ് ലോക സിനിമാ വിഭാഗത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. ക്യൂർ സ്വത്വം രൂപപ്പെടുത്തിയെടുക്കാനുള്ള പരിശ്രമം, യുവതികളോട് തോന്നുന്ന അഭിലാഷം, അതേസമയം കുടുംബത്തോട് കാണിക്കേണ്ട വിശ്വസ്തത എന്നിവയാണ് സിനിമയുടെ പ്രമേയം. ക്യൂയർ പാം, ഡയറക്ടേഴ്സ് ഫോർട്ട്നൈറ്റ് ഓഡിയൻസ് അവാർഡ് എന്നിവയ്ക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട റോബിൻ കാമ്പില്ലോയുടെ എൻസോ വർഗപരമായ സംഘർഷങ്ങളും ഒരു കൗമാരക്കാരന്റെ വളർച്ചയും മനോഹരമായി ചിത്രീകരിക്കുന്നു. ക്രിസ്ത്യൻ പെറ്റ്സോൾസിന്റെ ലിസ്ബൺ സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയ മിറേഴ്സ് നമ്പർ 3 ആകട്ടെ ആഘാതം, അടുപ്പം, വിശ്വാസം എന്നിവയെ ഒരു പ്രേത കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. ഇറാനിയൻ സംവിധായകൻ അലി റേസ ഖദാമിയുടെ ദ തിങ്സ് യു കിൽഡ് പുരുഷത്വത്തിന്റെയും പിതൃപരമായ ആക്രമണങ്ങളെയും വിമർശനബുദ്ധിയോടെ സമീപിക്കുമ്പോൾ, ഫെയ്ത്ത് ആക്കിൻസിന്റെ ആംറം ഒരു രഹസ്യം പുറത്തുവരുന്നതിലൂടെ തകരുന്ന ഒരു കുട്ടിയുടെ ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭൂതകാലത്തെ ത്യാഗത്തിലൂടെ വീണ്ടും ഒന്നിക്കുന്ന പ്രണയിതാക്കളുടെ കഥയാണ് കൈ ഷാങ്ജുന്റെ ദി സൺ റൈസസ് ഓൺ അസ് ഓൾ. മാഫിയ സംഘങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒന്നിക്കുന്ന 2 സഹോദരങ്ങളുടെ പോരാട്ടം വിവിയൻ ക്യൂവിന്റെ ഗേൾസ് ഓൺ വയറിൽ കാണാം. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോലുള്ള അതിതീവ്രമായ പ്രമേയം കൈകാര്യം ചെയ്യുന്ന ലിൻ റാംസെയുടെ ഡൈ മൈ ലവ് അമ്മമാരുടെ മാനസികാഘാതങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്നു. മാഷ ഷിലിൻസ്കിയുടെ സൗണ്ട് ഓഫ് ഫാളിംഗ് അതിക്രമങ്ങൾ തലമുറകളായി എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നത് സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പരിശോധിക്കുന്നു. ഓൻഡ്രെജ് പ്രൊവോനിക്കിന്റെ ബ്രോക്കൺ വോയ്സസ് രാഷ്ട്രീയപരമായ അടിച്ചമർത്തലുകൾ വ്യക്തിത്വത്തെയും ചെറുത്തുനിൽപ്പിനെയും എങ്ങനെ തകർക്കുന്നു എന്ന് ചർച്ച ചെയ്യുന്നു. യുദ്ധത്തിന്റെ ബാഹ്യമായ ആഘാതം ഇമ്മാനുവൽ ഫിങ്കിലിന്റെ ഹോളോകോസ്റ്റ് പശ്ചാത്തലത്തിലുള്ള മരിയാനാസ് റൂമിൽ ദൃശ്യമാകുമ്പോൾ, ലെവിൻ പീറ്ററിന്റെ വൈറ്റ് സ്നെയിൽ ഒറ്റപ്പെടൽ അംഗീകരിക്കുമ്പോൾ വേണ്ടിവരുന്ന ആന്തരിക പോരാട്ടത്തെ വരച്ചുകാട്ടുന്നു. അഗ്നിഷ്ക ഹോളണ്ടിന്റെ ഫ്രാൻസ് എഴുത്തുകാരനായ ഫ്രാൻസ് കാഫ്കയുടെ ജീവിതം പശ്ചാത്തലമാക്കിയുള്ളതാണ്. ഇൽഡിക്കോ എനിയേദിയുടെ സൈലന്റ് ഫ്രണ്ട് ഒരു പുരാതന വൃക്ഷത്തെ കേന്ദ്രീകരിച്ച് പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധത്തെ കവിത തുളുമ്പുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. ജോർജ് എം ഉങ്കോവ്സ്കിയുടെ ഡി.ജെ. അഹ്മെത്ത്, അമേൽ ഗുവലെറ്റിയുടെ വേർ ദി വിൻഡ് കംസ് ഫ്രം, സെർജിലോസിനിയുടെ ടു പ്രോസിക്യൂട്ടേഴ്സ് തുടങ്ങിയ സിനിമകൾ സാമൂഹിക അരികുവൽക്കരണം, നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനം തുടങ്ങിയ ആഗോള വിഷയങ്ങളിൽ ശ്രദ്ധയൂന്നുന്നു. ലവ് ഡിയാസിന്റെ മഗല്ലൻ 16ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് സ്പാനിഷ് കോളനിവൽക്കരണവും ഫെർഡിനാൻഡ് മഗല്ലന്റെ യാത്രയും ചിത്രീകരിക്കുന്നു. ചിലിയൻ സംവിധായകൻ ജുവാൻ ഒലിയുടെ ബിറ്റർ ഗോൾഡ് ഒരു കൗമാരക്കാരിയുടെ അതിജീവനത്തിനായുള്ള യാത്രയാണ്. റാച്ച്ബൂം ബൂൺബൻ സ്റ്റോക്കിന്റെ കാൻസ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവായ എ യൂസ്ഫുൾ ഗോസ്റ്റ് തായ്ലൻഡിലെ അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് അസാധാരണമായി പ്രതികരിക്കുന്നു. കാർലോസ് കോൺ സെയ്സാവോയുടെ പോർച്ചുഗീസ് പരീക്ഷണ ചിത്രം ടൈഗേഴ്സ് ബേ ആഫ്രിക്കൻ തീരത്തെ ഒരു പ്രേതദ്വീപിന്റെ മിത്തും ചരിത്രവുമാണ്. ഇറാനിയൻ സംവിധായകൻ പൗര്യ കക്കാവുന്തിന്റെ ദി ഡോട്ടർ ഒരു സാങ്കല്പിക രക്ഷാകർതൃത്വത്തിന്റെ വിചിത്രമായ അനുഭവത്തെ പരിശോധിക്കുന്നു. ഫാബിയൻ സുവാരസിന്റെ ക്യൂബൻ ചിത്രം ചെറി സ്നേഹം, വിശ്വസ്തത, അഭിലാഷം എന്നീ സാർവത്രിക വികാരങ്ങളെ അവതരിപ്പിക്കുന്നു. ജോവാക്കിം ലഫോസിന്റെ 6 ഡേയ്സ് ഇൻ സ്പ്രിംഗ് വിവാഹബന്ധം വേർപ്പെടുത്തിയ ഒരു അമ്മയുടെയും അവരുടെ കുട്ടികളുടെയും കഥ പറയുന്നു. പലായനം, അസ്തിത്വ പ്രതിസന്ധി, കുടുംബ ബന്ധങ്ങൾ, കലാപരമായ പോരാട്ടങ്ങൾ, എയ്ഡ്സ് പ്രതിസന്ധി തുടങ്ങി ലോകമെമ്പാടുമുള്ള മനുഷ്യാനുഭവങ്ങളുടെ വൈവിധ്യമാർന്ന ക്യാൻവാസാണ് ഈ 57 ചിത്രങ്ങളിലൂടെ IFFK തുറക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.